ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിന്റെ 3-ാം ദിവസമാണിന്ന്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വചനം ഇപ്രകാരം, 31-ാം അധ്യായം 27-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താന പുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 3 ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്നുള്ള ദൈവത്തിന്റെ വലിയ കരുണയാണ്. ദൈവം അനുവദിക്കുമ്പോഴാണ് ഒരു കുടുംബ ജീവിതത്തിൽ ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുക. എത്രയോ ജീവിതങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തയ്യാറാകുമ്പോഴും പലപ്പോഴും അത് നിരാശയിലേക്ക് എത്തുന്ന ജീവിതങ്ങളെ കാണാറുണ്ട്. എന്നാൽ ദൈവം ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവം നൽകുന്ന വലിയ സമൃദ്ധിയും അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ ഈ വചനം ഏറ്റെടുക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനം കൂടുന്ന എല്ലാ മക്കളിലേക്കും ഈശോയുടെ വലിയ ദയയും വലിയ കരുണയും വലിയ കാരുണ്യവും ഉണ്ടാകാനും ഈ ധ്യാനത്തിന്റെ അവസാന ദിവസം അനേക മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ ദയ ഉണ്ടാകണം. ഈശോയെ, വലിയ കരുണയുണ്ടാകണമേ. കർത്താവെ, നിന്നെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ എല്ലാ മക്കൾക്കും ഈശോയുടെ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ കുടുംബജീവിതത്തിലെ കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനും എല്ലാ ദമ്പതികൾക്കും ഈശോ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദേശം 400ഓളം വ്യക്തികളാണ് ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്.